പരിശുദ്ധനായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. കർത്താവിൻ്റെ തിരുവെഴുത്ത്, മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തിന് പ്രകാശമായി, വെളിച്ചമായി, ആശ്വാസമായി, സമാധാനമായി തീരത്തക്ക നിലയിൽ സ്വർഗം അതിശക്തമായി, ആഴമായി തൊടുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 136 സങ്കീർത്തനം 23 വാക്യം: നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തന ഭാഗം. വചനം വ്യക്തമായി ഇന്ന് പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴമായി തൊടുന്ന ദൂതുകൾ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്. നമ്മുടെ താഴ്ചയെക്കുറിച്ച് മറ്റുള്ളവർ ഓർക്കാൻ സാധ്യതയില്ല. നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് മറ്റുള്ളവർ ഓർക്കുവാൻ സാധ്യതയില്ല. നമ്മുടെ മഹത്വത്തെ, നമ്മുടെ ഉയർച്ചയെ ശ്രദ്ധിക്കുവാനും നമ്മുടെ മഹത്വത്തെ മറ്റുള്ളവരോട് പറയാനും അനേകർ കാണും. എന്നാൽ നമ്മുടെ താഴ്ചയിൽ ഓർക്കുന്നത് നമ്മുടെ കർത്താവാ, യേശു കർത്താവാ. ഇന്ന് പകൽ ഈ വചനം പല ഹൃദയങ്ങൾക്കും ആശ്വാസത്തിനും വിടുതലിനും പരിശുദ്ധാത്മാവ് കാരണമാക്കാൻ പോവുക. നമ്മുടെ താഴ്ച, ദൈവത്തിൻ്റെ പൈതലെ, ഇന്ന് ഏത് അവസ്ഥയിലാണ്? നമ്മുടെ താഴ്ചയിൽ, നമ്മുടെ ഉയർച്ചയിൽ, നമ്മുടെ സ്ഥിതി ഇപ്രകാരമൊക്കെ തിരുവെഴുത്തിനകത്ത് പദങ്ങൾ പറയുന്നുണ്ട്, വാക്കുകൾ പറയുന്നുണ്ട്. ഇവിടെ തൻ്റെ ജനം പറയുന്നത് ഞങ്ങളുടെ താഴ്ചയാ. ദൈവത്തിൻ്റെ പൈതലെ, എത്ര താഴ്ചയാണെങ്കിലും, അതിൻ്റെ ആഴം എത്ര വലുതാണെങ്കിലും, മാനുഷികമായി അതിനകത്തുനിന്ന് കരം പിടിച്ച് കയറ്റുവാൻ ആരുമില്ലാതെ താഴ്ചയിൽ തന്നെ ആയിരിക്കുന്ന ആ തലങ്ങളെ ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ നിന്ന് ഓർത്ത് ദുഃഖിക്കേണ്ട, ഹൃദയം വ്യസനിക്കേണ്ട. പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്, ഓർക്കുന്ന ഒരു ദൈവം, കർത്താവ് ഓർത്ത സ്ഥിതി മാറിയിരിക്കും. വിശുദ്ധ തിരുവെഴുത്തിൻ്റെ പ്രത്യേകത, അനേക ജീവിതങ്ങളെ കർത്താവ് ഒന്ന് ഓർത്തു, അവരുടെ സ്ഥിതി അങ്ങ് ദൈവം മാറ്റുക. കാരാഗ്രഹത്തിൽ കിടന്നപ്പെടില്ലേ യോസഫിനെ ദൈവം ഓർത്തത്? ദൈവം ഓർത്തപ്പോൾ തന്നെ വചനം പറയുന്നു, ആ കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം പുറത്തെടുത്തു, വാഗ്ദത്തങ്ങളിലേക്ക് വഴി നടത്തി. ദൈവത്തിൻ്റെ പൈതലെ, റാഹേലിനെ ഓർത്തില്ലേ? സാറായെ ഓർത്തില്ലേ? അമേ, ഹന്നയെ ദൈവം ഓർത്തില്ലേ? എത്ര പേരെ തിരുവെഴുത്തിൽ വചനം വ്യക്തമായി പറയുന്നു. ദൈവം ഓർത്തു. ദൈവം ഓർത്തപ്പോഴെല്ലാം അവിടെ വാഗ്ദത്തങ്ങൾ അങ്ങ് നടന്നു. അവിടെ വാഗ്ദത്തങ്ങളെ നിവർത്തി അങ്ങ് ദൈവം വെളിപ്പെടുത്തി. അവിടെ വാഗ്ദത്തങ്ങളുടെ വാതിൽ ദൈവം തുറന്നു. അവിടെ സ്ഥിതി അങ്ങ് മാറി. അവരുടെ താഴ്ച ദൈവം ഉയർച്ചയാക്കി മാറ്റി. ഇന്ന് പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുന്നു. ഈ താഴ്ച ഉയർച്ചയായി മാറും. ഈ താഴ്ച ഒന്ന് ഉയർച്ചയിലേക്ക് ദൈവത്തിനൊന്ന് കൊണ്ടുവരാനാ. അങ്ങനെ ഒന്ന് വിശ്വസിക്കുക. ദൈവാത്മാവ് ശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഈ താഴ്ചയുടെ ആഴങ്ങൾ എത്ര വലുതാണെങ്കിലും എൻ്റെ ഉയർച്ച അത്രമാത്രം വലുതാണെന്ന് ഒരു ബോധ്യം അകത്തളങ്ങളിൽ പരിശുദ്ധാത്മാവ് അതിശക്തമായി ഇന്ന് പകരുക. എൻ്റെ താഴ്ചയിൽ എന്നെ ഓർക്കുന്ന ദൈവം എൻ്റെ സഹോദരങ്ങൾ ഓർക്കത്തില്ല, എൻ്റെ ചാർച്ചക്കാരോർക്കത്തില്ല, എൻ്റെ സ്നേഹിതർ ഓർക്കത്തില്ല. എൻ്റെ താഴ്ചയിൽ എല്ലാവരും കൈവിടും, എല്ലാവരും മറക്കും, എല്ലാവരും തള്ളിക്കളയും. പക്ഷേ എന്നെ ഓർത്ത് വിടുവിക്കുന്നൊരു ദൈവം, എന്നെ ഓർത്ത് സഹായിക്കുന്നൊരു ദൈവം, എന്നെ ഓർത്ത് എൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുന്നൊരു ദൈവം, എന്നെ ഓർത്ത് എന്നെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ദൈവം. ദൈവത്തിൻ്റെ പൈതലേ, ഈ സ്ഥിതിയിൽ നോക്കി മറ്റുള്ളവർ പറയുന്നത് ഒരിക്കലും രക്ഷപ്പെടാൻ യാതൊരു സാധ്യതയില്ല, ഉയർച്ചനകത്ത് കാണുന്നില്ല, ഇപ്രകാരം ജീവിത സ്ഥിതിയിലായിരിക്കുന്നവരോട് ദൈവത്തിൻ്റെ ശബ്ദം ഇതാ, പരിശുദ്ധാത്മാവിൻ്റെ ദൂതിത, ദൈവമൊന്ന് ഓർത്ത ആ സ്ഥിതി മാറും.
ആ അവസ്ഥയ്ക്കൊരു വ്യത്യാസം കർത്താവിത വേഗത്തിൽ കൽപ്പിക്കാൻ പോവാ. വചനം വിശ്വസിക്കട്ടെ. എൻ്റെ കർത്താവ് എന്നെ ഓർക്കും. എന്നെ ഓർത്തതുപോലെ, ഇസ്രായേൽ ജനത്തെ ഓർത്തതുപോലെ, യോസഫിനെ ഓർത്തതുപോലെ എൻ്റെ ദൈവം എന്നെ ഓർക്കുന്ന സമയമാ. ദൈവം ഓർത്താ എൻ്റെ സ്ഥിതി മാറിയിരിക്കും, എൻ്റെ ദൈവം മാറ്റിയിരിക്കും. അതുപോലെ അത്ഭുതം നടക്കുന്നു. കർത്താവ് സഹായിക്കും. നിത്യനായി ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ദൂതനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവിക വിടുതലിറങ്ങട്ടെ. ദൈവശക്തി അവരുടെ ശരീരങ്ങളിൽ ഇറങ്ങട്ടെ. അവരുടെ പ്രശ്നത്തിന്മേൽ കർത്താവിൻ്റെ കരം ചലിപ്പിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയുടെ കരം തൊടുവാൻ പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം നടക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ താഴ്ചയും മാറ്റി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ കൃപ അധികമായി വ്യാപരിക്കുക. ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുക. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് തൊടുന്നതിനായി സ്തോത്രം. ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.